ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവിത നൗകയിൽ തകർച്ചകളെ എങ്ങനെ അഭിമുഖീകരിക്കാം. ജീവിത നൗകയിൽ തകർച്ചകളെ എങ്ങനെ അഭിമുഖീകരിക്കാം. വേദപുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ നെഹമ്യാവ് 2:17 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായി അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്ത് കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാത്തക്കവണ്ണം യെരൂശലേമിൻ്റെ മതിലുകൾ പണിയുക എന്ന് പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് യെരൂശലേം ദേവാലയം പണിത് കഴിഞ്ഞുവെങ്കിലും യെരൂശലേമിൻ്റെ മതിലുകൾ പണിയാതെ കണ്ട ആ നെഹമ്യാവിൻ്റെ ദുഃഖവും വിഷമവും പ്രയാസങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മുടെ ജീവിത നൗകയിൽ തകർച്ചകളെ നാം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നാണ് ഈ വേദഭാഗം നമ്മെ ഓർപ്പിപ്പിക്കുന്നത്. ക്രിസ്തുവിന് മുമ്പ് 465 മുതൽ 424 കാലത്ത് പാർസി രാജാവായിരുന്ന അർത്തഷഷ്ടാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ്. പാർസി രാജ്യത്ത് പ്രവാസിയായി പാർത്തിരുന്ന ഒരു യഹൂദർ ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിയിരുന്നുവെങ്കിലും പ്രവാസികളായി കുറേ പേര് അവിടെ താമസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് മുഴുവൻ ആൾക്കാരും അവിടെ നിന്നും യാത്ര ആയിരുന്നില്ല. ദാര്യാവേശ രാജാവിൻ്റെ കാലത്ത്, അതായത് ക്രിസ്തുവിന് 550 മുതൽ 486 വരെയുള്ള കാലഘട്ടം, യഹൂദന്മാർ യെരൂശലേമിൽ 2ാമത്തെ ദേവാലയം പണിതു. ഇങ്ങനെ 586 പ്രവാസം 70 വർഷം പൂർത്തിയാക്കി എന്ന് നമുക്ക് വായിക്കാം. ഹക്കായി, സക്കരിയാവ് എന്നീ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. ദേവാലയ പുനർനിർമ്മാണം നടന്നുവെങ്കിലും യെരൂശലേമിൻ്റെ തകർന്ന മതിലുകൾ പുനർനിർമ്മിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. ശൂഷൻ രാജധാനിയിൽ നെഹമ്യാവിനെ സന്ദർശിച്ച ഹനാനിയും സംഘവുമായി യെരൂശലേമിലെ യഹൂദന്മാരുടെ അവസ്ഥയെക്കുറിച്ചുള്ള സംഭാഷണവും അതിൻ്റെ ഫലമായി നെഹമ്യാവിനുണ്ടായ മനോവ്യസനവും നെഹമ്യാവിനെ തുടർന്ന് പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതായും നാം കാണുന്നു. ദൈവത്തിൽ നിന്നുള്ള ആലോചനയോടും രാജാവിൻ്റെ അനുമതിയോടും കൂടെ യഹൂദന്മാരോട് പോലും തൻ്റെ ലക്ഷ്യം വ്യക്തമാക്കാതെ ഏകനായി രാത്രിയിൽ യെരൂശലേം ചുറ്റി നടന്നു കണ്ടതായിട്ട് 2-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് യഹൂദ പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും കൂട്ടി അവരോട് പറയുന്നതാണ് ഈ വാക്യം എന്ന് നമുക്ക് മനസ്സിലാകും. നല്ലൊരു നേതൃത്വത്തിൻ്റെ മാതൃകയാണ് നെഹമ്യാവ് ഇവിടെ നമ്മളെ കാണിച്ചു തരുന്നത്. ആദ്യം അദ്ദേഹം ചെയ്തത് സ്വയം യാത്ര ചെയ്ത് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുകയാണ്. ഉന്നത സ്ഥാനിയായതിനാൽ മറ്റുള്ളവരെ വെച്ച് നിജസ്ഥിതി എന്താണെന്ന് വിലയിരുത്താമായിരുന്നു. എന്നാൽ അത് അദ്ദേഹം ചെയ്യാതെ സ്വയം ചെയ്യുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നാം ആകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം എന്താണ് പറയുന്നത്? ഇവിടെ ഈ സാഹചര്യത്തിന് ഉത്തരവാദികൾ യെരൂശലേമിൽ വസിക്കുന്ന യഹൂദന്മാരാണെന്ന് മുദ്രകുത്തുകയോ അവർ കുറ്റക്കാരാണെന്ന് ആരോപിക്കുകയോ ചെയ്യുന്നതായി നാം ഇവിടെ കാണുന്നില്ല. യെരൂശലേമിലുള്ളവർ തകർന്ന മതിലുകൾ ദിനവും കാണുന്നവരാകാം. എന്നാൽ തകർച്ച യഥാർത്ഥത്തിൽ കാണുന്നത് നെഹമ്യാവാണ്. നല്ല നേതൃത്വത്തിൻ്റെ ഗുണമാണ് കാഴ്ചയാണ് കാര്യങ്ങളുടെ ഗൗരവത്തെ ബോധ്യപ്പെടുത്തുവാൻ നമ്മെ സഹായിക്കുക. അപ്പോഴാണ് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ഇടപെടലുകൾക്ക് സാധ്യത ഉള്ളത് എന്ന് നെഹമ്യാവ് നമ്മെ ബോധിപ്പിക്കുന്നു. നെഹമ്യാവിൻ്റെ
നേതൃത്വ ഗുണത്തിലെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ സർവരെയും പങ്കാളികളാക്കുന്നു എന്നതാണ്. വരുവീൻ നാം ഇനിയും മതിലുകൾ പണിയുക എന്നാണ് നെഹമ്യാവിൻ്റെ ആഹ്വാനമെന്ന് നാം ഈ വേദഭാഗത്തിലൂടെ കാണുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഉണരുക, പണിയുക, നമുക്ക് ഒന്ന് ചേർന്ന് അധ്വാനിക്കാം എന്ന് പറഞ്ഞ് ജനത്തെ ഒന്നിപ്പിക്കുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ജനത്തെ ഉത്സാഹിപ്പിക്കുന്നു. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന നേതൃത്വ പാഠവുമാണ് നാം ഇവിടെ നെഹമ്യാവിൽ കാണുന്നത്. പലപ്പോഴും നന്മയുടെ പ്രവർത്തകർ അവർ ചെയ്യുന്നതിൻ്റെ പരസ്യത്തിൽ ആനന്ദിക്കുന്നവരാണ്. ഇവിടെ നെഹമ്യാവിന് രാജകൽപ്പന ഉണ്ട്, എന്നാൽ അത് ആരെയും കാണിക്കുന്നില്ല. അതുകൊണ്ട് നെഹമ്യാവിൻ്റെ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാൻ സൽബെല്ലത്തും തോബിയാവും ഓശേമും ശ്രമിക്കുമ്പോൾ പോലും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചു തരും എന്നേ പറയുന്നുള്ളൂ. 2-ാം അധ്യായം 20-ാം വാക്യം. സമൂഹം കെട്ടൊഴിഞ്ഞ ജീവിതത്തിലൂടെ പോകുന്ന കാലവും മയക്കുമരുന്നുകളും സാമൂഹ്യ മാധ്യമ അഭിനിവേശവും ദൃശ്യമാധ്യമങ്ങളും അവതരിപ്പിക്കുന്ന മായാക്കാഴ്ചകളിൽ ആരംഭിച്ച് സ്വന്തം സംസ്കൃതിയും അസ്തിത്വവും നഷ്ടപ്പെടുത്തുന്ന കെട്ട കാലം. ഇവിടെ മതിലുകൾ പൊഴിഞ്ഞു കിടക്കുന്നു. ദിനവും ഇവിടെ എങ്ങനെയെങ്കിലും മുഴുകിക്കഴിഞ്ഞിരുന്നവരുടെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഇക്കാലത്ത് നെഹമ്യാവിന് എന്താണ് പറയുവാനുള്ളത്? നെഹമ്യാവ് സ്വയം ചുറ്റി നടന്ന കാര്യങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു. ദൈവാശ്രയത്തിലാണ് അവൻ്റെ യാത്രയും അന്വേഷണവും നടത്തുന്നത്. തകർന്ന സമൂഹത്തെ പ്രതി എൻ്റെ പിഴ എന്ന് പ്രലോഭിക്കുവാനും കാരണങ്ങൾ തേടുന്നതിലുപരി സാഹചര്യങ്ങളെ കാണാൻ ഉള്ള ഉൾക്കാഴ്ചയ്ക്കായി ഒന്ന് നമുക്ക് ശ്രമിക്കാനാകുമോ എന്നാണ് നാം ഈ നെഹമ്യാവിൽ നിന്നും പഠിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് നാം എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രശസ്തിയാണ് ആഗ്രഹിക്കുന്നത്. നേതൃത്വ പാഠവത്തിൽ നാം കാണുന്നത് അവർക്കിഷ്ടപ്പെട്ട ഏതാനും ചില ആൾക്കാരെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെയും തള്ളിപ്പറയുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഈ നെഹമ്യാവ് ചെയ്തതുപോലെ എല്ലാവരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തി പൊതുസമൂഹത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവിടെ അഭിവൃദ്ധിയെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് നെഹമ്യാവ് ഇവിടെ നമ്മോട് എടുത്തു പറയുന്നത്. വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന രീതി വളരെ പ്രധാനപ്പെട്ടതായിട്ട് നെഹമ്യാവിൻ്റെ പ്രവർത്തനത്തിലൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാൻ ശരി, നിങ്ങൾ തെറ്റ് എന്ന ചിന്ത എവിടെയും എത്തിക്കില്ല. നാം അകപ്പെട്ടിരിക്കുന്ന തകർച്ച എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരുപക്ഷേ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ശരിയായി കാണായികയാൽ അതിൽ മുഴുകി ജീവിക്കുന്നവരാകാം. എനിക്ക് ഇത് തിരുത്തുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യം നെഹമ്യാവിനെ പോലെ നമുക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സമൂഹത്തിലും നമ്മുടെ സമുദായത്തിലുമുള്ളതായ ആ വീഴ്ചകളെ നമുക്ക് അതിൽ നിന്നും കരകയറ്റുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി നാം ആചാര്യശ്രേഷ്ഠന്മാരോടൊപ്പവും മഹാപുരോഹിതന്മാരോടൊപ്പവും ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ സന്മനസ്സുണ്ടെങ്കിൽ അതൊക്കെയും നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ ലോകം കാണുവാനോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ലക്ഷ്യം സമൂഹത്തിൻ്റെ രൂപാന്തരമെങ്കിൽ പൂർത്തിയാകുന്ന പണി തന്നെ സാക്ഷ്യമാകും. അതിനായി ഫോട്ടോ സെഷനും പൊതുപരിപാടികളും ആവശ്യമില്ല. ദൈവാശ്രയവും ശുദ്ധമായ മനസ്സാക്ഷിയും ഉണ്ടായാൽ മതി. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനും ലക്ഷ്യം പ്രാപിക്കുവാനും അത് ധാരാളമാണ്. അനുതാപത്തിൻ്റെ ഉപവാസത്തിൻ്റെ വസ്ത്രമണിയുന്ന
സഭാപിതാവായ തെർത്തുല്യൻ പറയുന്നത് ആത്മീയ ച്യുതിയിലകപ്പെട്ട ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പും പുനർനിർമ്മാണവും നടത്തുവാനുള്ള ആഹ്വാനമാണ് നെഹമ്യാവ് നമുക്ക് നൽകുന്നത്. ദൈവവും മനുഷ്യരും തമ്മിലും, മനുഷ്യർ തമ്മിലും, മനുഷ്യരും മറ്റ് സൃഷ്ടികളും തമ്മിലും ഉള്ള ബന്ധങ്ങളെ, വിള്ളലുകൾ, തകർച്ചകൾ പരിഹരിച്ച് സാക്ഷ്യമുള്ള സമൂഹത്തിനായി ജീവിക്കുവാൻ ഈ പാഠം നമ്മെ സഹായിക്കുന്നുണ്ട്. അതിന് പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ ജീവിത നൗകയിൽ തകർച്ചകളെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ സാധിക്കും. ആ തകർച്ചകളെ അഭിമുഖീകരിക്കണമെന്നുണ്ടെങ്കിൽ നാം വിശ്വാസമുള്ളവരായിരിക്കണം, ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചവരായിരിക്കണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളും ആയി നമ്മളുടെ വിഷമങ്ങളെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ മാത്രമേ ഇതൊക്കെയും സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.